ഈ മദ്യത്തെ എതിർക്കാതിരിക്കാൻ ആർക്കും സുബോധമുള്ളവരെല്ലാം എതിർക്കും. ഉണ്ണിയത്വമൊന്നും വേണ്ട. സുബോധം ഉണ്ടെങ്കിൽ ഞാൻ മദ്യത്തെ എതിർക്കും. മദ്യത്തെ എതിർക്കും. മദ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു പറയും. ഗാന്ധിയേക്കാൾ വലിയൊരു മനുഷ്യൻ ഈ രാജ്യത്തുണ്ടായിട്ടില്ല. മുഴുവൻ ആളും ബഹുമാനിക്കുന്നത്. അതായത് എവർ ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു റൂൾ ഇന്ത്യ, ഐ വിൽ ക്ലോസ് ഡൗൺ ഓൾ ട്രോളി ദ റൈറ്റ് ഷോപ്സ് വിത്തൗട്ട് എനി കോമ്പൻസേഷൻ. ഞാൻ ഈ രാജ്യത്തിൻ്റെ അധികാരി വരികയാണെങ്കിൽ യാതൊരു വിധമായ പരിഹാരവും കൊടുക്കാതെ ഞാൻ ഈ രാജ്യത്തെ മുഴുവൻ ഷാപ്പുകളും അടച്ചു പൂട്ടുമെന്ന് ഗാന്ധി പറഞ്ഞു. ഐ ഹോൾഡ് ഡ്രിങ്ക് ടു ബി മോർ ഡാമനബിൾ ദാൻ തീവിങ്സ്, ഹറാസ്മെന്റ്, പ്രോസ്റ്റിറ്റ്യൂഷൻ. വ്യഭിചാരത്തെക്കാളും മോഷണത്തെക്കാളും ഹീനമായ തിന്മയാണ് മദ്യപാനം. ഗാന്ധിജി ഇല്ലാത്ത ഇന്ത്യയെ ചിന്തിക്കാൻ സാധിക്കുമോ? ഈ നാൾ സ്വാതന്ത്ര്യം നേടിത്തുന്ന മഹാനായ മനുഷ്യനാണ് ഗാന്ധിജി. കത്തിന് പുറകിൽ നിൽക്കുന്ന ആളുകളാണ് സംഘടനയും പ്രസ്ഥാനത്തെയും വളർത്തുന്നത്. സാർ ഇന്ന് എല്ലാവരെയും ഒന്നിച്ചു കൂട്ടികൾ ആ കൂട്ടായ്മ എന്ന് പറയുന്നത് ഹൃദയകാരിയാണ്. രണ്ടാമത്തെ ഷാള് സ്വാഭാവികമായിട്ട് എനിക്കറിയാം. ഞാൻ പറഞ്ഞു എനിക്ക് ഡാഡിയെ പോലെ തന്നെയാണ് തൈത്തോളജിസ്റ്റ്. ഞാൻ പറഞ്ഞു തൈത്തോളജിസ്റ്റിൻ്റെ ഒപ്പം ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കാൻ സാധിക്കാത്ത, മൊബൈൽ ഫോൺ ഇല്ലാത്ത, ഒരു പോസ്റ്റ് കാർഡ് പോലും ഇല്ലാത്ത ദിനരാത്രങ്ങളിൽ രാവിലെ 2 മണിക്കും 3 മണിക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ADSUവിൻ്റെ പരിപാടികൾ സംഘടിപ്പിക്കാൻ 6 മണിക്ക് സന്ദേശങ്ങൾ എത്തിയിട്ടുണ്ട്. ആ ഒരു ഓർമ്മകൾ, ആ ഒരു പ്രവർത്തനത്തിൽ നിന്നാണ് അഭിമന്യു വള്ളോപ്പള്ളി പിതാവിനെ അടക്കമുള്ള ആളുകളെ പരിചയപ്പെടാൻ വഴിയൊരുക്കിയത് തൈത്തോളച്ചനാണ്. ഇന്ന് സഭയിലും ഞാൻ പാസ്റ്റർ കൗൺസിലിൻ്റെ സെക്രട്ടറിയായി 22 തവണ വിദേശ യാത്ര നടത്തി. 22 തവണ അതിലൊക്കെ വഴിയൊരുക്കി തന്ന ബഹുമാനപ്പെട്ട തൈത്തോളച്ചനാണ്. അച്ഛനെ ഈ എൻ്റെ പ്രശസ്തിയിൽ എനിക്കുള്ള ആ ഒരു പങ്ക് അച്ഛൻ്റെയും കൂടെയാണ്. എൻ്റെ സ്നേഹപൂർവ്വം ബഹുമാനപ്പെട്ട ഇരിക്കണം ജയ്സനച്ചൻ അടക്കമുള്ള ആളുകൾ എനിക്ക് അച്ഛൻ ഉണ്ടാവുമെന്ന് എനിക്ക് സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു. എന്താണെങ്കിലും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ വിജയങ്ങൾ നേടുമ്പോൾ എന്താണ് ആ വിജയം എന്താണെന്നുള്ളത് തുറന്നു പറയാനുള്ള സന്നദ്ധത നമുക്കുണ്ടാകണം. പുതിയ തലമുറയ്ക്കില്ലാത്ത അതാണ്. സാറിൻ്റെ പുറകിലിരിക്കുന്ന ഈ പ്രശസ്തി പത്രങ്ങൾ ഞാൻ ഇന്നലെ ഒരു സ്കൂളിൻ്റെ ഒരു അവാർഡ് ദാനത്തിൽ പറഞ്ഞു. നിങ്ങളെ വിളിച്ചുണർത്തുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ കൂടി അവകാശപ്പെട്ടതാണ്. എൻ്റെ കരിക്കോട് സ്കൂളിലെ വാർഷികത്തിൽ പറഞ്ഞു. നമുക്കറിയാം, ഒരു മൊമെന്റോ വിടുമ്പോൾ, ഷോക്കേസിലോ സ്റ്റാറ്റസോ വിടുമ്പോൾ നമ്മൾ ഓർക്കണം, ആ മൊമെന്റോയ്ക്ക് രാവിലെ 6:30 എന്ന് വിളിച്ചു പറയുന്ന അമ്മയ്ക്കും പങ്കുണ്ട്. കാരണം എന്താ, 6:30 ആവുന്നതിനും അമ്മ പറയാം 6:30 എഴുന്നേൽക്കലാണ്. സ്നേഹക്കൂട്ടായ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സ്നേഹക്കൂട്ടായ്മ എൻ്റെ ജീവിതത്തിൽ എന്നെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സ്നേഹക്കൂട്ടായ്മ കൂടുന്ന ആ ഒരു ദിവസം വളരെയേറെ സന്തോഷകരമായ ഒരു അനുഭവമാണ് എനിക്കുണ്ടാകുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെതായ വിഷമങ്ങളും പ്രാരാബ്ദങ്ങളുടെ എല്ലാം ഇടയ്ക്ക് ഒരു ദിവസം നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുക, അല്ലെങ്കിൽ കളങ്കമില്ലാത്ത സ്നേഹം പങ്കുവെക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അവരെല്ലാവരും ഒരു സമൂഹത്തിൽ കാരുണ്യ പ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും ഒക്കെ ആയി പോകുന്ന ആൾക്കാരെല്ലാവരും ഒരുമിച്ച് കൂടുകയും സന്തോഷത്തോടെ പല പല കാര്യങ്ങൾ സംസാരിക്കുകയും കുടുംബകാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. കൂടെ നമുക്ക് ഭാവിയിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മുന്നോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ഒരു സംസാരവും ആശയവിനിമയവും വരുമ്പോൾ സമൂഹത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ പറ്റുന്നൊരു കൂട്ടായ്മയാണ് സ്നേഹക്കൂട്ടായ്മ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദർ തോട്ടത്തിൽ അച്ഛൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞത്. നമ്മളൊരു 10-17 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മയ്ക്ക് 2-2.5 ലക്ഷം രൂപ മുടക്കി അച്ഛൻ്റെ ഒരു ബുക്ക് ഇറക്കാൻ കഴിഞ്ഞെങ്കിൽ ഇതുപോലുള്ള പല പല നല്ല കാര്യങ്ങളും മുന്നോട്ടും ചെയ്യുവാൻ സ്നേഹക്കൂട്ടായ്മയ്ക്ക് കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെ ഇതിനകത്ത് പങ്കെടുക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് എല്ലാവരും ഒരേ മനസ്സുള്ളവരും ഒരേ ആശയമുള്ളവരുമാണ്. അതുതന്നെയാണ് ഈ കൂട്ടായ്മയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് സ്നേഹക്കൂട്ടായ്മ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉത്തേജനം എനിക്ക് ജീവിതത്തിൽ തരുന്ന ഒരു കൂട്ടായ്മയാണ്. വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒത്തിരിയേറെ കൂട്ടായ്മകളുണ്ട്. വീടിൻ്റെ അടുത്തും അല്ലാതെയും ഒക്കെ ഒത്തിരിയേറെ കൂട്ടായ്മകളുണ്ട്. പക്ഷേ സ്നേഹക്കൂട്ടായ്മയെ ഞാൻ പ്രത്യേകം കാണുന്നത് ദൈവത്തിൻ്റെ ചൈതന്യമുള്ള വ്യക്തിത്വങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. എന്നെ സംബന്ധിച്ച് ഒത്തിരിയേറെ നന്മയുള്ള, കരുണയുള്ള, സമൂഹത്തിൽ ഒത്തിരിയേറെ വിലപ്പെട്ടവരായ വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ്. ബഹുമാനപ്പെട്ട ജോസ് സാറ്, ഷാജി സാറ്, ഞങ്ങളുടെ ഏറ്റവും നേതാവായിട്ട് നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ തോമസ് തൈത്തോട്ട അച്ഛനും കൂടി ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ഉൾപ്പെടുമ്പോൾ
എത്രയോ പ്രചോദനമുള്ള വാക്കുകളാണ്. അച്ഛന് 88 വയസ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അച്ഛനൊരു 58 വയസ്സിന്റെ ചൈതന്യവും കരുത്തോടെയാണ് ഇന്ന് തന്നെ അച്ഛൻ പ്രസംഗിച്ചത്. അച്ഛന്റെ ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ ലഹരിക്കെതിരെയൊന്നും ഇങ്ങനെ പ്രവർത്തിച്ചാൽ പോരാ, ഒത്തിരിയേറെ കാര്യങ്ങൾ ഇനിയും ജീവിതത്തിൽ ഈ വ്യക്തികളുടെ, ഈ സ്നേഹ കൂട്ടായ്മയിലുള്ള ഞങ്ങളുടെ ഈ സഹോദര വ്യക്തികളുടെ കൂടെ കൂടി ഒത്തിരിയേറെ സമൂഹത്തിന് നന്മ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഓരോ മീറ്റിങ്ങിലും കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ മീറ്റിങ്ങും അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ഈ സ്നേഹ കൂട്ടായ്മയിൽ ഒരംഗമായി പ്രവർത്തിക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ ഒരു ഒരു എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നിധിയായിട്ടാണ് ഞാൻ ഓരോ കൂട്ടായ്മയും ഓരോ നിമിഷത്തെയും ഈ കൂട്ടായ്മയിലെ കാണുന്നത്. സ്നേഹ കൂട്ടായ്മ പറ്റി പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൂ. എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവും എൻ്റെ പിന്നെ ചാച്ചനൊന്നും ഈ മദ്യം ഉപയോഗിക്കാറില്ല. പക്ഷെ എനിക്ക് മദ്യം ഉപയോഗിക്കാത്ത ആളെ തന്നെയാണ് എനിക്ക് വേറെ നേരം എനിക്ക് പ്രാർത്ഥന ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ തന്നെയാണ് എനിക്ക് ലഭിച്ചതും. KCBC മദ്യവിരുദ്ധ സമിതി വന്നു കഴിഞ്ഞപ്പോൾ മുതൽ എല്ലാവരും കൂടി ഒരു കൂട്ടായ്മ ഇങ്ങനെ കൂട്ടുന്ന എല്ലാവർക്കും കൂടി ഒരു ആഗ്രഹം വന്നു. ആ ആഗ്രഹം പ്രകാരം ഞങ്ങൾ സ്നേഹക്കൂട്ടായ്മ രൂപീകരിച്ചു. ആ സ്നേഹക്കൂട്ടായ്മയിൽ ഞങ്ങളെല്ലാവരും നല്ല സന്തോഷത്തോടെ പോകുന്നുണ്ട്. അതിൽ ജോസഫ് സാറിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ തന്നെ സാറാണ് ഞങ്ങളെ ഈ സംഘടനയെ ഏറ്റവും കൂട്ടി യോജിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. ഈ സ്നേഹക്കൂട്ടായ്മ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് തന്നെ ഒത്തിരി കൊണ്ടുപോകണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. എനിക്കും പറയാനുള്ളത് എൻ്റെ ജീവിത അവസാനം വരെ ഈ സ്നേഹക്കൂട്ടായ്മ ഒന്നിച്ചു പോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ KCBC മദ്യവിരുദ്ധ സമിതിയിലൂടെ ഈ സ്നേഹ കൂട്ടായ്മയിൽ വന്നു. ഒത്തിരി സ്നേഹം നിറഞ്ഞ ഒരു സ്നേഹമുള്ള ഒരു കൂട്ടായ്മ തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ദിനം വന്ന് ആ ആഴ്ച വരാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഞാനിതിനു മുൻപ് പഞ്ചായത്തിൻ്റെ ഒരു വൈസ് പ്രസിഡൻറ്റും കൂടിയായിരുന്നു. ആ സമയത്ത് മദ്യവിരുദ്ധ സമിതിയെപ്പറ്റി കൂടുതൽ അറിയുകയും അതിനെക്കുറിച്ച് നമുക്ക് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉളിക്കൽ എന്ന പ്രദേശത്ത് ഒരു മദ്യഷാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ വൈസ് പ്രസിഡൻ്റ് ആയ സ്ഥിതിക്ക് എനിക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെ എൻ്റെ വാർഡിൽ തന്നെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ട് ഞാൻ ഭരണസമിതിയെ അറിയിക്കുകയും അവിടെ വെച്ച് ഈ ഭരണസമിതി എല്ലാവരും അംഗീകാരത്തോടു കൂടി ഗ്രാമസഭ കൂടി നമ്മൾ തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഇടവക വികാരിമാരെ അറിയിച്ചു. അങ്ങനെ ഞങ്ങൾ വലിയൊരു മഹാസമ്മേളനമായിട്ട് സംഗമമായിട്ട് അവിടെ കൂടി. അതിനോടനുബന്ധിച്ച് നമുക്ക് എനിക്ക് അന്ന് സാധിച്ചത് ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഭരണസമിതിയിൽ എല്ലാവരുടെയും അംഗീകാരം ഉള്ളത് കൊണ്ടും MLA ആയിരുന്ന KC ജോസഫിൻ്റെ നിവേദനം, മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടിക്ക് നിവേദനം കൊടുത്തു. അതനുസരിച്ച് ഒരു മാർച്ച് 8 ഒരു വലിയ ഒരു സമ്മേളനം നടത്തുകയും അവിടെ സത്യാഗ്രഹം ഇരുന്ന് ഒരു വലിയ വിപത്താക്കി ഞങ്ങളിത് എടുക്കുകയും ഇടവകയിലെ എല്ലാ ജനങ്ങളെയും എല്ലാ ജനങ്ങളെയും ഇറക്കി അവിടെ ഒരു റാലി നടത്തി. അതിന് പ്രത്യേകമായ ഒരു കാങ്കും തണങ്ങളുമായിട്ട് വികാരിമാരിരുന്നു. ആ തൈച്ചോട്ട അധ്യക്ഷനോട് ഒന്നിച്ചായിരുന്നു ഞങ്ങൾ ഇതെല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഇതിൻ്റെ മുഖ്യമന്ത്രി അതിൻ്റെ പ്രത്യേക പരിഗണിച്ചുകൊണ്ട് ആ ബിവറേജ് അവിടെ നിന്ന് എടുത്തു മാറ്റാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായി. അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രദേശത്തെ സംബന്ധിച്ച് വളരെ വലിയ ഒരു അന്ന് ഞാൻ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന കാലത്ത് കോളനി കൂടെ നമ്മൾ ചെല്ലുവാണെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വെള്ളം വേണ്ട, വിറക് വേണ്ട, അല്ലെങ്കിൽ വെളിച്ചം വേണ്ട, വീട് വേണ്ട, റോഡ് വേണ്ട, ഞങ്ങൾക്ക് ഈ മദ്യശാല ഇവിടെ നിന്ന് എടുത്തു മാറ്റിയാൽ മതി. ഞങ്ങൾക്ക് വേറെ ഒന്ന് സമാധാനം വേണം, കുടുംബത്തിൽ സമാധാനം വേണം, അതുപോലെ സമൂഹത്തിൽ സമാധാനം വേണം, മനുഷ്യന് ജീവിച്ച് പണിയെടുത്ത് വരുമ്പോൾ കിടക്കാനൊരു സമാധാനത്തോടെ കിടക്കാനൊരു അവസരം തരണം എന്നായിരുന്നു. അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ആ വേദനയോട് കൂടിയാണ് ഞാൻ ഭരണസമിതിയിലും മറ്റും ഇടവക വികാരിമാരോടും പറഞ്ഞ് നമുക്ക് അതെന്തായാലും അവിടുന്ന് എടുത്തു മാറ്റി. പിന്നെ വീണ്ടും ആ സാഹചര്യം വെച്ച് ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും വന്നു. അത് വേറൊരു കാര്യം. എങ്കിൽ പോലും അത് ഞങ്ങൾക്ക് സാധിച്ചു. വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ KCBC മദ്യവിരുദ്ധ സമിതിയിലും അതുപോലെ തന്നെ സ്നേഹ കൂട്ടായ്മയിലും ഓരോ മീറ്റിങ്ങിലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തന്നു. പല തരത്തിലും ഞങ്ങൾക്ക് പിന്നെ എല്ലാവരുടേതായ ആ സ്നേഹബന്ധങ്ങൾ പുലർത്തിക്കൊണ്ട് പോകാൻ സാധിച്ചു. ഇനി ആ സ്നേഹക്കൂട്ടായ്മകൾ തുടർന്നു പോകുവാനും ഞങ്ങൾക്ക് സാധിക്കട്ടെ. മദ്യവർജന സമിതിയിലൂടെയാണ് ഇങ്ങനെയൊരു കൂട്ടായ്മ ഉരുത്തിരിയുവാൻ സാധിച്ചത്. സ്നേഹക്കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കുന്ന, അവരുടെ കഴിവുകളെ ആദരിക്കുന്ന കൂട്ടായ്മയാണ് ഞങ്ങൾ. സ്നേഹക്കൂട്ടായ്മയിൽ സ്നേഹത്തോടെ
എല്ലാവരുടെയുമുള്ള ഇടപെടലും പെരുമാറ്റവും ആയതുകൊണ്ട് അടുത്ത ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത സ്നേഹക്കൂട്ടായ്മ വരുവാൻ എല്ലാവരുടെയും മനസ്സിങ്ങനെ വെമ്പുകയാണ്. എന്നാന്ന് വെച്ചാൽ എത്രയോ ഗ്രൂപ്പുകളിൽ പല സ്ഥലങ്ങളിൽ ആയിരിക്കുന്നവരാണ്. ഒത്തിരി മീറ്റിങ്ങുകൾ കൂടുന്നുണ്ടെങ്കിലും സ്നേഹക്കൂട്ടായ്മയ്ക്ക് വേണ്ടി മറ്റെല്ലാം മാറ്റിവെച്ച് ആ ദിവസം ഒരുങ്ങി നമ്മുടെ ഹൃദയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുവാനുള്ളൊരു മനസ്സ് സ്നേഹക്കൂട്ടായ്മയിൽ എല്ലാ അംഗങ്ങൾക്കുമുണ്ട്. വലിപ്പച്ചെറുപ്പമില്ല. സ്നേഹബന്ധങ്ങൾക്ക് മറ്റു മാനദണ്ഡങ്ങളൊന്നുമില്ലാതെയാണ് ഈ കൂട്ടായ്മ മുന്നോട്ട് പോകുന്നത്. തുടർന്നും ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും സ്നേഹക്കൂട്ടായ്മയിലെ ഒരംഗമായി കഴിയുന്ന സേവനങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് കഴിവിനനുസരിച്ച് മറ്റുള്ളവരെ ആദരിച്ച് ബഹുമാനിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അതിലൂടെ നമുക്ക് വളരുവാനും ഒരു സമയം നമ്മൾ കണ്ടെത്തി നമ്മുടെ ജീവിതത്തെ കൂടുതൽ ചെറുപ്പമാക്കുവാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയുന്നുണ്ട്. അത് ഞങ്ങളുടെ കൂട്ടായ്മയുടെ വലിയൊരു വിജയമായി കാണുന്നു. അതിൽ അനുദിനം വളർന്നുകൊണ്ട് അവസാനം വരെ ഇതോടൊപ്പം മറ്റ് കാര്യങ്ങൾ ചെയ്യുവാൻ കിട്ടുന്ന ചെറിയ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാം ഉല്ലാസം നൽകുന്ന ഈ സ്നേഹക്കൂട്ടായ്മ നല്ലതായി മുന്നോട്ട് പോകുവാനും എല്ലാവരെയും ഒരേപോലെ കാണുവാനുള്ള ആ മനസ്സ് ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹക്കൂട്ടായ്മയ്ക്ക് നന്ദി പറയും. Where there is righteousness in the heart, there is beauty in the character. When there is beauty in the character, there is harmony in the home. When there is harmony in the home, there is an order in the nation. When there is order in the nation, there is peace in the world.